السلام عليكم ورحمة الله وبركاته. أهلا وسهلا يا أولادي يا تلاميذ الأعزاء في الصف الثامن. كيف حالكم؟ مرحبا بكم إلى درسنا الجديد. മക്കളെ എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ പുതിയൊരു പാഠഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 8ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകം പേജ് നമ്പർ 17. ഇവിടെ നമുക്കൊരു ഡയറി കൊടുത്തിട്ടുണ്ട്. അല്ലഹ്ളത്തു സഈദ. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അല്ലഹ്ളത്തു സഈദ. ലഹ്ളത്ത് നിമിഷം, സഈദ സന്തോഷപൂർണ്ണം. ലഹ്ളത്തു സഈദ സന്തോഷകരമായ നിമിഷം. ഇതൊരു മുസക്കിറത്തുൻ യൗമിയയാണ്. മുസക്കിറത്തുൻ യൗമിയ, ഡയറി. ഡയറിയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാഠം വായിക്കാം. കാനത്തിൽ ഉമ്മു ഹാളിറത്തൻ ഫി ഹഫ്ലി തക്രീമി ഇബ്നിഹ. കാനത്ത് ആയിരുന്നു, അൽ ഉമ്മ ആയിരുന്നു, ഹാളിറത്തൻ ഹാജരായിരുന്നു, ഫി ഹഫ്ലി തക്രീമി ഇബ്നിഹ. ഹഫ്ലി തക്രീം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അനുമോദന ചടങ്ങ്. ഇബ്നിഹ അവളുടെ മകന്റെ അനുമോദന ചടങ്ങിൽ ആ ഉമ്മയും ഹാജരായി. ഖറത്ത് ഐനാഹു അവരുടെ കണ്ണുകൾ കൺകുളിർമയുള്ള കാഴ്ചയായിരുന്നു അത് അല്ലെ. കറത്ത് സന്തോഷിച്ചു, കുളിർത്തു, അണുത്തു എന്നൊക്കെയാണ് അർത്ഥം. ഐനുഹ അവളുടെ കണ്ണുകൾ സന്തോഷിച്ചു അല്ലെ കൺകുളിർത്തു. വഫില്ലൈലി ആ ദിവസം രാത്രി, തസക്കറത്ത് അവൾ ഓർത്തു, തസക്കറ ഓർത്തു, തസക്കറത്ത് അവൾ ഓർത്തു, അയ്യാമ തുഫൂലത്തിഹി അയ്യാമ ദിവസങ്ങൾ, തുഫൂലത്തിഹി അവന്റെ കുട്ടിക്കാലത്തെ, അവന്റെ ചെറിയ പ്രായത്തിലുള്ള ദിവസങ്ങളെപ്പറ്റി അവൾ ഓർത്തു. വ മറാഹില നഷ്അത്തിഹി മറാഹില് ഘട്ടങ്ങൾ, നഷ്അത്തിഹി അവന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ, വദിറാസത്തിഹി പഠനത്തിന്റെയും, അവന്റെ ജീവിതത്തിന്റെയും പഠനത്തിന്റെയും ഒക്കെ അവൻ വളർന്നു വന്ന ദിവസങ്ങളെ കുറിച്ച് ഉമ്മ ഇങ്ങനെ ആലോചിച്ചു. ഫകതബത്ത് എന്നിട്ട് അവർ എഴുതി, മുസക്കിറത്തൻ യൗമിയ ഒരു ഡയറി എഴുതിയിട്ട്. അപ്പൊ ആ ഡയറി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡയറി വായിച്ചു നോക്കാം. 24 യൂനിയോ 2025 മീലാദിയ, ജൂൺ 24, 2025, യൗമു സുലാസാ ചൊവ്വാഴ്ച. അൽ യൗം ഇന്ന്, യൗമുൽ ഫർഹി വസ്സുറൂർ യൗമുൽ ഫർഹ് സന്തോഷത്തിന്റെ ദിവസമാണ്. യൗമ് എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ്. അതിനോട് അലിഫ്ലാം ചേർത്ത് അൽ യൗം എന്നാക്കി കഴിഞ്ഞാൽ അത് ഇന്ന്, ടുഡേ എന്നുള്ള അർത്ഥത്തിലായി. അപ്പൊ അൽ യൗം ഇന്ന്, യൗമുൽ ഫർഹി വസ്സുറൂർ സന്തോഷത്തിന്റെ ദിവസമാണ്. ഫർഹ്, സുറൂർ രണ്ടിന്റെയും അർത്ഥം സന്തോഷം എന്ന് തന്നെയാണ്. രണ്ട് വാക്കുകളും ഒരുമിച്ച് ഉപയോഗിക്കാൻ കാരണം ആ സന്തോഷത്തിന്റെ ആധിക്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വളരെ സന്തോഷം എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ലാ അൻസ ഞാൻ മറക്കുകയില്ല, ഹാസിഹിൽ ലഹ്വ ഈ ഒരു നിമിഷം, അസ്സഈദ സന്തോഷകരമായ, ഫി ഹയാത്തി എൻ്റെ ജീവിതത്തിൽ, അബദ ഒരിക്കലും, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ സന്തോഷപൂർണമായ നിമിഷത്തെ ഞാൻ മറക്കുകയില്ല. തഹഖഖത്ത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു, അഹ്ലാമു ഇബ്നി അഹ്ലാം സ്വപ്നങ്ങൾ, ഹിൽമ് സ്വപ്നം, അഹ്ലാം സ്വപ്നങ്ങൾ, ഇബ്നി എൻ്റെ മകന്റെ സ്വപ്നങ്ങൾ, ലി അന്നഹു അവനായതുകൊണ്ട്, ലി അന്നഹു അവനായതുകൊണ്ട്, സാറ സഫീർ അൽ ഹിന്ദി ലദൽ ഇമാറാത്തുൽ അറബിയ അൽ മുത്തഹിദ UAE ഇന്ത്യൻ അംബാസഡറായി അവൻ ആയി മാറിയിരിക്കുന്നത് കൊണ്ട് അവന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ദമാ ഹളർത്തു ഇന്ദമാ ചെയ്തപ്പോൾ, ഹളർത്തു പങ്കെടുത്തപ്പോൾ, ഹാജരായപ്പോൾ, അൽ ബർനാമിജ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ, അല്ലസി ഉഖീമു ലിതക്രീമിഹി അല്ലസി ഉഖീമു അതിനു വേണ്ടി നിലകൊണ്ട, ലിതക്രീമിഹി അവനെ ആദരിക്കാൻ വേണ്ടി നിലകൊണ്ട പരിപാടിയിൽ ഞാൻ ഹാജരായി, അതായത് അവന്റെ ആദരിക്കൽ ചടങ്ങിൽ ഞാൻ ഹാജരായപ്പോൾ, ഫിൽ മദ്റസത്തി മദ്രസയിലെ, തബല്ലലത്ത് ഐനായ തബല്ലല
നനഞ്ഞു, നിറഞ്ഞു, നനവ് പടർന്നു എന്നൊക്കെയാണ് തബല്ലല എന്നർത്ഥം. തബല്ലലത്ത് ഐനായ, എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു, നനഞ്ഞു. ബിസ്സആദത്തി, സന്തോഷം കൊണ്ട്. വൽ ഫഖ്ർ, അഭിമാനം കൊണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ കണ്ണുകൾ സന്തോഷവും അഭിമാനവും കൊണ്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അൽ ആൻ, ഇപ്പോൾ. ഹുവ മിനൽ മുതഫവ്വിഖീൻ, ഇപ്പോൾ അവൻ വളരെ മികച്ച ഒരാളിൽ പെട്ടിരിക്കുന്നു. മികച്ച ഏറ്റവും മുൻപന്തിയിലുള്ള ആളുകളിൽപ്പെട്ട ഒരാളാണ്, ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ആളുകളിൽ പെട്ടവനാണ്. വലില്ലാഹിൽ ഹംദ്, അള്ളാഹുവിനാണ് സ്തുതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് മുസക്കിറത്തുൻ യൗമിയ ഡയറി ആയിട്ട് തന്നിരിക്കുന്നത്. താഴെ നമുക്ക് 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ലിമൻ ഹാസിഹിൽ മുസക്കിറത്തിൽ യൗമിയ. ലിമൻ, ആരുടേതാണ് ഹാസിഹിൽ മുസക്കിറത്തിൽ യൗമിയ, ഈ ഡയറി ആരുടേതാണ്, ആരാണ് ഈ ഡയറി എഴുതിയത്? നമുക്കറിയാം അല്ലേ, ഫൗസാന്റെ ഉമ്മയാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ വേർഡ് ലിമൻ, ആരുടേത് എന്നുള്ളതാണ്, അത് കളയുക. ബാക്കി മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നു. ഹാസിഹിൽ മുസക്കിറത്തുൽ യൗമിയ, എന്നിട്ട് തുടക്കത്തിൽ ലിമൻ, ആരുടെ എന്നുള്ളതിൽ ലി എടുത്ത് ഉത്തരത്തിനോട് ചേർക്കുന്നു. ലി ഉമ്മി ഫൗസാൻ. ഹാസിഹിൽ മുസക്കിറത്തുൽ യൗമിയ ലി ഉമ്മി ഫൗസാൻ. രണ്ടാമത്തെ ചോദ്യം, മത തബല്ലലത്ത് ഐന ഉമ്മി ഫൗസാൻ. മത തബല്ലലത്ത്, എപ്പോഴാണ് നനഞ്ഞത്? ഐന ഉമ്മി ഫൗസാൻ, ഫൗസാന്റെ ഉമ്മയുടെ കണ്ണുകൾ നനഞ്ഞത്, നിറഞ്ഞത് എപ്പോഴായിരുന്നു? എപ്പോഴായിരുന്നു? ആ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് അല്ലേ. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ക്വസ്റ്റ്യൻ വേർഡിനെ കളയുക, മത്ത എന്നുള്ളത് മാറ്റി. ബാക്കി തബല്ലലത്ത് ഐന ഉമ്മി ഫൗസാൻ എന്നുവരെ എടുത്തു. അതിനുശേഷം ബാക്കി നമ്മൾ ഉത്തരം എഴുതാണ്. ഇന്ദമാ, ചെയ്തപ്പോൾ. ഹളറത്ത്, പങ്കെടുത്തപ്പോൾ. അൽ ബർനാമിജ, പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ. അല്ലസി അഖീമ ലി തക്രീമിഹി ഫിൽ മദ്രസ, അവനെ ആദരിക്കാൻ വേണ്ടി സ്കൂളിൽ ഉണ്ടാക്കിയ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ. തബല്ലലത്ത് ഐന ഉമ്മി ഫൗസാൻ ഇന്ദമാ ഹളറത്തിൽ ബർനാമിജ അല്ലസി അഖീമ ലി തക്രീമിഹി ഫിൽ മദ്രസ. മൂന്നാമത്തെ ചോദ്യം, നക്തുബു അൽ മുസക്കിറത്തുൽ യൗമിയ ലി ഫൗസാൻ. നക്തുബു, നമുക്ക് എഴുതാം. അൽ മുസക്കിറത്തുൽ യൗമിയ, ഒരു ഡയറി കുറിപ്പ്. ലി ഫൗസാൻ, ഫൗസാന്റെ ഡയറി കുറിപ്പ് ഇനി നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഈ ഉമ്മയുടെ ഡയറിയെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫൗസാന്റെ ഡയറിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ എൻ്റെ മകൻ, എൻ്റെ, അങ്ങനെയാണ് ഡയറി പോകുന്നത് അല്ലെ, ഉമ്മ എഴുതിയത് കൊണ്ട്. അവിടെ ഫൗസാൻ എഴുതുമ്പോൾ ഞാൻ എന്ന് ചേർത്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ഡേറ്റും ടൈമും മാറ്റേണ്ടതില്ല, ഡേറ്റും ദിവസവും മാറ്റേണ്ടതില്ല. അൽ യൗമു യൗമുൽ ഫർഹി വസ്സുറൂർ, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് എന്നതും നമുക്ക് മാറ്റേണ്ടതില്ല. ലാ അൻസ ഹാസിഹിൽ ലഹളത്തി സഈദ ഫി ഹയാത്തി അബദൻ, ഈ ഒരു സന്തോഷപൂർണമായ നിമിഷം ഞാൻ ഒരിക്കലും മറക്കുകയില്ല, അതും മാറ്റേണ്ടതില്ല. അതും ഫൗസാൻ എഴുതാൻ പറ്റുന്ന വരി തന്നെയാണ്. തഹഖഖത്ത് അഹ്ലാമു ഇബ്നി, തഹഖഖത്ത് യാഥാർത്ഥ്യമായി. അഹ്ലാമു ഇബ്നി, എൻ്റെ മകന്റെ സ്വപ്നങ്ങൾ. ഇവിടെ അഹ്ലാമു ഇബ്നി മാറ്റിയിട്ട് എൻ്റെ സ്വപ്നങ്ങൾ എന്നാക്കിയാൽ മതി. തഹഖഖത്ത് അഹ്ലാമി, എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി. ലി അന്നഹു, അവനായതുകൊണ്ട്. സാറ സഫീറൽ ഹിന്ദി ലദൽ ഇമാറാത്തിൽ അറബിയ അൽ മുത്തഹിദ, അവൻ UAE-യുടെ ഇന്ത്യൻ അംബാസഡറായി മാറിയത് കൊണ്ട് എന്നാണ്. അപ്പൊ ഈ ലി അന്നഹു സാറ എന്നുള്ളതിനെ മാറ്റി അന്ന സിർത്തു, ഞാനായത് കൊണ്ട് എന്ന അർത്ഥം വന്നു. ലി അന്ന സിർത്തു, ഞാൻ ആയതുകൊണ്ട്. സഫീറുൽ ഹിന്ദി ലദയിൽ ഇമാറാത്തുൽ അറബിയ അൽ മുത്തഹിദ, UAE-യിലെ ഇന്ത്യൻ അംബാസഡർ. ഇനിയോ, ഇന്ദമാ ഹളർത്തു, ഞാൻ പങ്കെടുത്തപ്പോൾ. അൽ ബർനാമിജ് അല്ലസി ഉഖീമു
ലി തക്രീമിഹി അവനെ ആദരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിൽ എന്നാണ്. ഇവിടെ ലി തക്രീമിഹി അവനെ ആദരിക്കാൻ എന്നുള്ളത് മാറ്റി എന്നെ ആദരിക്കാൻ എന്നാക്കാൻ ഈ അവസാനത്തെ ഹി മാറ്റി യാ കൊടുക്കുക. ലി തക്രീമി എന്നെ ആദരിക്കാൻ ഉള്ള പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ മദ്രസയിൽ തബല്ലലത്ത് ഐനായ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ബിസ്സആദത്തി വൽ ഫഖർ സന്തോഷവും അഭിമാനവും കൊണ്ട്. അവിടെയും ഈ ചെറിയ മാറ്റങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കണ്ടൂ, ബാക്കിയൊന്നും മാറ്റേണ്ടതില്ല. അൽ ആൻ ഇന്ന് ഹുവ മിനൽ മുതഫവ്വിഖീൻ അവൻ മികച്ച ആളുകളിൽ പെട്ടവനാണ് എന്ന് കൊടുക്കുന്നിടത്ത് ഹുവ മാറ്റിയിട്ട് അന കൊടുത്താൽ മതി. അൽ ആൻ അന മിനൽ മുതഫവ്വിഖീൻ ഇന്ന് ഞാൻ വളരെ മികച്ച ആളുകളുടെ കൂട്ടത്തിലാണ്. വലില്ലാഹിൽ ഹംദ് അള്ളാഹുവിനാണ് സ്തുതി. ഇങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഡയറിയെ തന്നെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇത് മുഴുവൻ കൊടുക്കണമെങ്കിൽ ഒരു ചെറിയ ഡയറിയുടെ മാതൃക ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. ഏതാണോ നിങ്ങൾക്ക് സൗകര്യപ്രദമായത് സ്വന്തമായി എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം പരീക്ഷയിൽ വരുന്ന സമയത്ത് നമ്മൾ കിട്ടിയ ഡയറിയെ നമ്മൾ സ്വയം മാറ്റി എഴുതേണ്ടതാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഈ തന്നിരിക്കുന്ന ഡയറിയെ മാറ്റി എഴുതി പരിശീലിക്കുക. മറ്റൊരു തരത്തിലും എഴുതി നോക്കുക. ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമുള്ളത് ആ രീതി നിങ്ങൾ എടുക്കുക. ഈ ഡയറിയുടെ ആശയം തന്നെ മാറാതെ വരുന്ന ഒരു ഡയറിയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഡേറ്റും ടൈമും നമ്മളത് തന്നെ കൊടുത്തു. അൽയൗം അന സഈദൻ ജിദ്ദ ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. ഹളർത്തു ഉമ്മി അൽ അസീസ എൻ്റെ ഉമ്മ പങ്കെടുത്തു. ഫി ഹഫ്ലി തക്രീമി ഫിൽ മദ്രസ സ്കൂളിലെ എൻ്റെ ആദരിക്കൽ ചടങ്ങിൽ എൻ്റെ ഉമ്മ പങ്കെടുത്തു. റഅയ്തുൽ ഫർഹ ഞാൻ കണ്ടു, അൽ ഫർഹ് സന്തോഷവും, വൽ ഫഖ്ർ അഭിമാനവും, ഫി ഐനൈഹ അവളുടെ കണ്ണുകളിൽ. തഹഖഖത് അഹ്ലാമി എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അൽ ആൻ ഇപ്പോൾ. ലി അന്നീ സിർതു സഫീർ അൽ ഹിന്ദി ലദൽ ഇമാറാത്ത് UAE-യുടെ ഇന്ത്യൻ അംബാസഡറായി ഞാൻ മാറിയത് കൊണ്ട്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സ്തുതി. ഇതാണ് നമ്മുടെ ഫൗസാൻ എഴുതിയ മറ്റൊരു തരത്തിലുള്ള ഡയറിയാണ്. അവൻ്റെ സന്തോഷം ഉമ്മ സന്തോഷിച്ചത് കൊണ്ടാണ് എന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് ഏതിനെ വേണമെങ്കിലും എടുക്കാം. നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇൻഷാ അല്ലാ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മക്കൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറ്റാവുന്നത്രയും മറുപടി നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും.